തുടർച്ചയായ അഞ്ചാം ദിവസവും ഡ്രൈവിംഗ് ടെസ്റ്റ് മുടങ്ങുന്ന സ്ഥിതി തന്നെയാണ് ഇപ്പോൾ ഉള്ളത്. കഴിഞ്ഞ ദിവസവും സമാനമായിരുന്നു അവസ്ഥ. ഇത്തവണയും അത് തന്നെയാണ്. തിരുവനന്തപുരം മുട്ടത്തറയിലാണ് ഞാനുള്ളത്. ഈ മുട്ടത്തറ ഡ്രൈവിംഗ് ടെസ്റ്റ് കേന്ദ്രത്തിൽ ഇന്ന് 21 പേരായിരുന്നു സ്ലോട്ട് ബുക്ക് ചെയ്തിരുന്നത് ടെസ്റ്റിനായി. പക്ഷേ 21 പേരും ഈ സമയം വരെയും ഇവിടെ എത്തിയിട്ടില്ല എന്നതാണ്. നേരത്തെ തന്നെ ഈ പ്രതിഷേധത്തിന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ തടയുന്നതടക്കമുള്ള നടപടികളിലേക്ക് ഈ സമരക്കാർ കടന്നിരുന്നു. അതിന് പിന്നാലെയായിരിക്കാം ഒരുപക്ഷെ ഇന്ന് ആരും തന്നെ എത്താത്തത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതേ രീതിയിൽ തന്നെ വരുന്ന ദിവസങ്ങളിലും സമരം ചെയ്യുമെന്ന് തന്നെയാണ് ഇവർ അറിയിക്കുന്നത്. ഒപ്പം തന്നെ നേരത്തെ തന്നെ ഈ സ്വകാര്യ വാഹനങ്ങളുമായി എത്തുന്നവരെ ടെസ്റ്റിന് വിടാൻ ഉള്ളൊരു തീരുമാനത്തിലേക്ക് മോട്ടോർ വാഹന വകുപ്പ് എത്തിയിരുന്നു. അങ്ങനെ വരുന്നവർക്ക് പോലീസിന്റെ സംരക്ഷണത്തോടു കൂടി തന്നെ അകത്തേക്ക് കയറ്റിവിടണം എന്നതായിരുന്നു നിർദ്ദേശവും നൽകിയിരുന്നത്. പക്ഷേ നിലവിൽ ഈ ഡ്രൈവിംഗ് ടെസ്റ്റ് കേന്ദ്രത്തിൽ പോലീസിന്റെ അടക്കം വലിയ തോതിലുള്ള സംരക്ഷണവുമുണ്ട്. പക്ഷേ ഇന്ന് ആരും തന്നെ ഡ്രൈവിംഗ് ടെസ്റ്റിന് എത്തിയിട്ടില്ല എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇനി വരുന്ന ദിവസങ്ങളിൽ ഒരുപക്ഷെ അടുത്ത ദിവസം സെക്രട്ടേറിയറ്റ് മാർച്ച് അടക്കം തീരുമാനിച്ചിട്ടുണ്ട്. വരുന്ന ദിവസങ്ങളിലും ഇതേ രീതിയിൽ തന്നെ പോകുമെന്നുള്ളത് തന്നെയാണ് ഈ ഉടമകളും ഒപ്പം തന്നെ ഇവരൊക്കെ തന്നെയും സമരക്കാരും ഒക്കെ തന്നെ അറിയിക്കുന്നത്. ചേട്ടാ, പ്രതിഷേധമായിട്ട് പോകാൻ തീർച്ചയായിട്ടും ഒരു മാറ്റവും. പ്രതിഷേധത്തിന്റെ ഇന്ന് 6ാമത്തെ ദിവസം 7ാമത്തെ ദിവസത്തിൽ കിടക്കുകയാണ്. ആരും വന്നിട്ടില്ല. ഇന്നും അവർ വെളിയിൽ ഇറങ്ങി പേര് വിളിച്ചിട്ടുണ്ട്. കുട്ടികളാരും കാൻഡിഡേറ്റ്സ് ആരും വന്നിട്ടില്ല. മൊത്തം കേരളത്തിൽ എല്ലായിടത്തും ഒരുപോലെ നടക്കുകയാണ്. 13-ാം തീയതി സെക്രട്ടേറിയറ്റ് ധർണ തീരുമാനിച്ചിരിക്കുകയാണ്. ചർച്ചയ്ക്ക് വിളിച്ചിട്ടുണ്ടല്ലോ, അതിലെന്തെങ്കിലും പ്രതീക്ഷയുണ്ട്? ഇന്ന് ചർച്ചയ്ക്ക് 23-ാം തീയതി ഞങ്ങളെ വിളിച്ചിട്ടില്ല. അവര് ഇതുവരെ ഔദ്യോഗികമായ ഒരു അറിയിപ്പ് നമുക്ക് ലഭിച്ചിട്ടില്ല. സമരസമിതിക്ക് ലഭിച്ചിട്ടില്ല. ഇനി ഉണ്ടോ ഇല്ല എന്നുള്ളത് അറിയത്തില്ല. 23-ാം തീയതി ഇതുവരെ മിനിസ്റ്ററോട് എത്തിയിട്ടില്ല എന്നാണ് അറിയാൻ സാധിച്ചത്. നിങ്ങൾ ഇതുപോലെ തീർച്ചയായിട്ടും നമുക്ക് 4/2024 സർക്കുലർ വീണ്ടും ഒരു ഭേദഗതി ചെയ്തിട്ടുണ്ട്. ആ ഭേദഗതിയിൽ നമ്മൾ തൃപ്തികരമല്ല. ചർച്ചയ്ക്ക് വിളിച്ചാൽ തീർച്ചയായിട്ടും ഞങ്ങൾ ചർച്ചയ്ക്ക് പങ്കെടുത്തിട്ട് ഞങ്ങൾക്ക് പോസിറ്റീവായിട്ടുള്ള നടപടി ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഏതായാലും ഇതേ രീതിയിൽ തന്നെ പ്രതിഷേധം തുടരുമെന്നതാണ്. ഒരുപക്ഷെ ഈ പറയുന്നത് പോലെ ഇവിടെ പന്തൽ കെട്ടി അടക്കമുള്ള സമരങ്ങൾ കഴിഞ്ഞ കുറച്ച് ദിവസമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതേ രീതിയിൽ തന്നെ ഇങ്ങനെയാണ് സർക്കുലർ പിൻവലിക്കാതെയാണ് നടപടിയുമായി മുന്നോട്ട് പോകുന്നത് എങ്കിൽ ഇതേ തോതിൽ തന്നെ സമരം നടത്തുമെന്നത് തന്നെയാണ് അറിയിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഏതായാലും ഇവിടെ ഈ സമരപ്പന്തലിൽ വലിയ തിരക്കിലാണ്. ചേച്ചി, ഇതുപോലെ തന്നെ പ്രതിഷേധവുമായി മുന്നോട്ട് പോവല്ലേ? മുന്നോട്ട് തന്നെ പോവുള്ളൂ. ഇപ്പൊ അവിടെ പ്രസംഗിക്കുന്ന കേട്ടല്ല, മരണം വരെയും ഇത് പിൻവലിച്ചില്ലെങ്കിൽ ഞങ്ങൾ സമരം തന്നെ ചെയ്യും. ഇങ്ങനെ ഒരു മന്ത്രി ഇനി രാജ്യം ഭരിക്കാൻ വരരുത്. അതായത് കേരളത്തിലുള്ള ഞങ്ങൾ എല്ലാവരും ഇപ്പോഴും ഈ ഡ്രൈവിംഗ് സ്കൂൾ പട്ടിണിയാണ്. ഇവിടെ എല്ലാവരും വന്ന് വിശന്നിരുന്ന് പോകണോണ്ടാണ് ഈ മരിച്ചിരിയുമ്പോൾ കൊണ്ടോ നമ്മൾ തൊലിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ മന്ത്രി കാണിക്കുന്നത് തെറ്റല്ലേ? ശരിയായിട്ട് ഈ യൂണിയൻകാരന്മാരെ വിളിച്ച് സംസാരിച്ച് നേരായ വഴി പോവുക. അല്ലാതെ നമ്മളെ പട്ടിണിയിലാക്കിക്കൊണ്ട് അവർ ഇതിനെ കൊണ്ടൊന്ന് കോപ്പറേറ്റീവുകൾക്ക് വിൽക്കാനായിട്ടുള്ള ഒരു ശ്രമം ഞങ്ങൾ സമ്മതിക്കൂല. ഇപ്പം സാർ അവിടെ പ്രസംഗിച്ചതുപോലെ മരണം വരെ ഞങ്ങൾ സമരം ചെയ്യും. ഇന്ന് നിലവിൽ ആരും വന്നിട്ടില്ല. ഇന്ന് ഇവിടെ ടെസ്റ്റിന് ഇവിടെ ആരും ഇതുവരെ വന്നിട്ടില്ല. ബാക്കിയുള്ള എല്ലാവരും വന്നു. എല്ലാ യൂണിയൻകാരും ഉണ്ട്, ആരും പിന്തിരിഞ്ഞിട്ടില്ല. ഇപ്പോൾ സാറ് പ്രസംഗിച്ചതുപോലെ CAT യൂണിയൻകാർ മാറിയെങ്കിലും എല്ലാവരും ഇവിടെ ഉണ്ട്. ഒരു യൂണിയനും മാറിയിട്ടില്ല. എല്ലാ പാർട്ടിക്കാരും എല്ലാവരും ഉണ്ട്. താൽക്കാലികമായിട്ട് എന്താണ് ഇതേ തോതിൽ തന്നെ ഏതായാലും എങ്ങനെയാണെങ്കിലും പ്രതിഷേധവുമായി മുന്നോട്ട് പോകും. സർക്കുലർ പിൻവലിക്കുക എന്നത് തന്നെയാണ് പ്രധാനപ്പെട്ട ആവശ്യം. ഒരുപക്ഷെ തുടർച്ചയായ ദിവസങ്ങളിൽ ഇതേ രീതിയിൽ തന്നെ ഡ്രൈവിംഗ് ടെസ്റ്റ് മുടങ്ങുന്നൊരു കാര്യങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പോലീസിന്റെ ഒരു സംരക്ഷണം എല്ലാ ഡ്രൈവിംഗ് ടെസ്റ്റ് കേന്ദ്രത്തിലും ഉണ്ടെങ്കിൽ പോലും നിലവിൽ ഏതായാലും ടെസ്റ്റിന് വരാൻ പോലും ആരും തയ്യാറാകുന്നില്ല എന്നതാണ്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ട ഒരു പ്രതിഷേധമുണ്ടായിരുന്നു. അതിന് പിന്നാലെ തന്നെ ടെസ്റ്റിന് ആരും എത്തുന്നില്ല. സ്ലോട്ട് ബുക്ക് ചെയ്തവർ പോലും എത്താത്ത ഉദ്യോഗസ്ഥരൊക്കെ തന്നെയും നേരത്തെ എത്തി ഈ സ്ലോട്ട് ബുക്ക് ചെയ്തവരുടെ പേര് വിളിച്ചെങ്കിൽ പോലും ആരും എത്തിയിട്ടില്ല എന്നതാണ്. അതുകൊണ്ട് തന്നെ തുടർച്ചയായ ഈ 5ാം ദിവസവും ടെസ്റ്റ് മുടങ്ങിയിരിക്കുന്നു എന്നത് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും വരുന്ന ദിവസങ്ങളിലും സർക്കുലർ പിൻവലിച്ചില്ലെങ്കിൽ ഇതേ രീതിയിലുള്ള പ്രതിഷേധം എന്നത് തന്നെയാണ് ഈ സംയുക്ത സമരസമിതി അറിയിക്കുകയും ചെയ്യുന്നത്.